ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവാ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 അക്ഷരബ്രഹ്മയോഗം. 7-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങിയപ്പം പറഞ്ഞു, തത്വമസി എന്നുള്ള വാക്യത്തിലെ തദ് എന്നുള്ള പദം ത്വം കഴിഞ്ഞു. ആദ്യത്തെ 6 രണ്ടാമത് ഉള്ള ദ്വിതീയ അഷ്ടകത്തിൽ വിവരിക്കുന്നത് തദ് എന്നുള്ള പദമാണ്. പരമാത്മാവിൻ്റെ സ്വരൂപത്തെയാണ് 7-ാം അധ്യായത്തിൽ വിവരിച്ചത്. അപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകങ്ങളിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിലെ ഭഗവാൻ ഉപസംഹരിക്കുമ്പം കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അധിബോധം, അധിദൈവം, അധിയജ്ഞം, ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞപ്പം അത് അർജുനന് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ആ മനസ്സിലാവാത്തത് കൊണ്ട് ഇവിടെ 8-ാമത്തെ അധ്യായത്തിൽ അർജുനനാണ് ഭഗവാനോട് ആദ്യം സംശയങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വേദാന്തം വെറും ഒരു സിദ്ധാന്തമല്ല, അതൊരു പ്രായോഗികമാണ്, പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലെ പറഞ്ഞു കഴിഞ്ഞു. അതിലുള്ള ആദർശങ്ങളെയൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് എങ്ങനെയാണെന്ന് ഈ അധ്യായത്തിൽ വിവരിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്, അപ്പം അത് തമ്മിൽ എന്താണ് ബന്ധം എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട് 8-ാമത്തെ അധ്യായത്തിൽ. ഈ അധ്യായം നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യം എന്താണ്? ആധ്യാത്മികമായിട്ടുള്ള സാക്ഷാത്കാരമാണ് അല്ലേ? ആ ആത്മാനുഭൂതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരാൻ കഴിയും. അതിനുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വഴികളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ജ്ഞാനവിജ്ഞാന യോഗം എന്നായിരുന്നു 7-ാമത്തെ അധ്യായം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ജഗത്തിന് ആധാരമായിട്ടുള്ള മഹാത്മാവ് ഭഗവാനിലെ അതിനെപ്പറ്റിയും ബ്രഹ്മത്തെപ്പറ്റിയും അധ്യാത്മ രഹസ്യത്തെപ്പറ്റിയും കർമ്മസ്വരൂപത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞപ്പോഴാണ് അവിടെ ചെറിയൊരു സംശയം വന്നത് അല്ലേ, ചില വാക്കുകളുടെ ഒരു ചെറിയ സംശയം വന്നു. അപ്പോൾ ബ്രഹ്മമാണ് എല്ലാറ്റിനും അധിഷ്ഠാനം എന്നവിടെ പ്രസ്താവിച്ചു. ബ്രഹ്മത്തിൽ നിന്നാണ് നാമരൂപാത്മകമായ ജഗത്തുണ്ടായിരിക്കുന്നത്. ബ്രഹ്മത്തെ അറിയുന്നവൻ എല്ലാം അറിയുന്നു. ഈ പ്രസ്താവന കേട്ടപ്പോഴാണ് അർജുനന് ചെറിയൊരു സംശയം വന്നത്. അതുകൊണ്ട് അർജുന പറയുന്നതായിട്ടാണ് 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അക്ഷര ബ്രഹ്മയോഗം. അർജുന ഉവാച 1-ാമത്തെ ശ്ലോകം 2-ാമത്തെ ശ്ലോകവും ഒരുമിച്ചാണ് വായിക്കുന്നത്. അർജുന ഉവാച കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോ അസി നിയതാത്മഭി. 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലിയിരിക്കുന്നത്. മലയാളം. അർജുനൻ പറയുന്നു, കർമ്മമെന്തതി അധ്യാത്മം ബ്രഹ്മമിന്നെന്തു മാധവ അധിഭൂതാദിദൈവങ്ങൾ കഥിച്ചാലും ജനാർദ്ദന. 2-ാമത്തെ ശ്ലോകം അധിയജ്ഞമിതെന്തൊന്നാ മധുസൂദന ചൊല്ലുക യഥാതമാ മൃത്യുകാലത്തിൽ ഓരേണ്ടതുമെങ്ങനെ. അർജുനൻ ചോദിച്ചു, പുരുഷോത്തമ ഭഗവാനെ, പ്രോക്തം തദ് ബ്രഹ്മ കിം, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ആ ബ്രഹ്മം എന്താണ്? അധ്യാത്മം കിം, അധ്യാത്മം എന്താണ്? കർമ്മ കിം, കർമ്മം എന്നാൽ എന്താണ്? അധിഭൂതം കിം, അധിഭൂതം. ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ്. ഈ വാക്കുകളൊന്നും എനിക്ക് പിടികിട്ടിയില്ല. കിം അധിദൈവം ഉച്യതേ, എന്തിനെയാണ് അധിദൈവം എന്ന് പറയുന്നത്? മധുസൂദന, ഹേ കൃഷ്ണ, തത്ര അസ്മിൻ ദേഹി, ഈ ദേഹത്തിൽ അധിയജ്ഞഃ കഹ കഥം,
അധിയജ്ഞൻ ആരാണ്, എങ്ങനെ വർത്തിക്കുന്നു, ഇതെല്ലാം ഒന്ന് പറഞ്ഞു തന്നാലും. മാത്രമല്ല പ്രയാണകാലേ മരണസമയത്ത് നമ്മൾ ദേഹം വിട്ട് പോകുന്ന സമയത്ത് നിയതാത്മഭിഹി സംയമികളായ യോഗികൾ കഥം ജ്ഞേയ അസി എങ്ങനെ അങ്ങയെ അറിയുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഒരുമിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. കുട്ടിക്ക് സംശയം വന്നാൽ ടീച്ചറോട് ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിലെ അവസാനത്തെ 2 ശ്ലോകങ്ങളിൽ കുറച്ച് വാക്കുകൾ പ്രയോഗിച്ചതാണ് ഭഗവാൻ. അർത്ഥം എനിക്ക് ആ പദങ്ങളുടെ ഒന്നും അർത്ഥം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, ഒന്ന് വിശദീകരിച്ച് തരൂ ഭഗവാനെ എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അർത്ഥം അറിഞ്ഞാൽ പോരാ, അതൊന്ന് വിവരിച്ച് തന്നിട്ട് യോഗികളായിട്ടുള്ള സാധകന്മാരുണ്ടല്ലോ, അവർ മരണസമയത്ത് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയെന്നും കൂടെ അറിയാനുള്ള ഒരാകാംക്ഷ എന്നിലുണ്ട്. ഓക്കെ, ശരി. ഭഗവാൻ പറയുന്നു അത് ഇത്രയേ ഉള്ളൂ സംശയം, ഇതെല്ലാം ഞാനിപ്പോൾ തീർത്തു തരാമല്ലോ, ഞാനിപ്പോൾ പറഞ്ഞു തരാം. അത് അങ്ങനെ ഈ ചോദ്യങ്ങളുടെ കുറച്ച് വാക്കുകൾ പറഞ്ഞല്ലോ അല്ലേ. ആ വാക്കുകളുടെ അധിഭൂതം, അധിദൈവം, അധിയജ്ഞം, ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ചൊല്ലിത്തരാം, പറഞ്ഞു തരാം. അപ്പോൾ 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനാണ് പറയുന്നത്. അർജുനൻ്റെ ചോദ്യങ്ങൾ കേട്ടു, അതിനുള്ള മറുപടിയാണ് ഭഗവാൻ കൊടുക്കുന്നത്. 3ഉം 4ഉം ശ്ലോകം ഒരുമിച്ചാണ് ചൊല്ലുന്നത്. അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ അധ്യാത്മമുച്യതേ ഭൂതഭാവോ ഉദ്ഭവകരോ വിസർഗകർമ്മ സംജ്ഞിത അധിഭൂതം ക്ഷരോ ഭാവ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതം വര. പരമം അക്ഷരം ബ്രഹ്മ. ഭഗവാൻ പറയുന്നു പരമോത്കൃഷ്ടവും നാശരഹിതവുമാണ് ബ്രഹ്മം. സ്വഭാവ, അതിൻ്റെ സ്വഭാവത്തെ, ഈ സ്വഭാവത്തെ നാം അധ്യാത്മമുച്യതേ, അധ്യാത്മമെന്ന് പറയുന്നു. ഭൂതഭാവോത്ഭവകര വിസർഗ കർമ്മസംജ്ഞിത. ജീവ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഹേതുവായിട്ടുള്ള ഒരു പ്രക്രിയ, നിർമ്മാണ പ്രക്രിയ ഉണ്ടല്ലോ, ആ യജ്ഞം, അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. ക്ഷരഃ ഭാവഃ അധിഭൂതം, നാശമുള്ളതിനെ അധിഭൂതം എന്ന് പറയുന്നു. പുരുഷഃ ച അധിദൈവതം, പ്രകൃതി ശക്തികളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യമാണ് പുരുഷൻ, അതാണ് അധിദൈവതം. ദേഹഭൃതാം വര എന്നാണ് അവിടെ അർജുനനെ വിളിക്കുന്നത്. ദേഹമെടുത്തവരിൽ ശ്രേഷ്ഠനായ അർജുന, അത്ര ദേഹി, ഈ ദേഹത്തിൽ അഹം ഏവ അധിയജ്ഞ, ഞാൻ തന്നെയാണ് അധിയജ്ഞൻ. ഇത്രയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ തന്നെ ആദ്യത്തെ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥമായി. ഇപ്പം അക്ഷരം പരമം ബ്രഹ്മ എന്നാണ്, നാശരഹിതമാണ്, ഒരു മാറ്റവുമില്ലാത്തതാണ്, എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റവുമില്ലാത്തതാണ്, നശിച്ചു പോകാത്തതാണ്, പരമോത്കൃഷ്ടമാണ്, ജഗത്ത് നശ്വരാണ്, അതിനൊരു ചൈതന്യം കൊടുക്കുന്ന ഒരു വസ്തുവാണ് എന്ത്, ബ്രഹ്മം. അപ്പോൾ എന്താണ് ബ്രഹ്മം എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു. ഇനി അധ്യാത്മം, ഈ പരമാത്മാവ് തന്നെയാണ് ശരീരത്തിലെ ജീവഭാവം കൈക്കൊള്ളുന്നത്. അപ്പം ഇന്ദ്രിയ മനോബുദ്ധികളനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലായിട്ട് വരുന്നത് സ്വന്തം പ്രകൃതിയായ ജീവാത്മഭാവത്തെയാണ് എന്ന് പറയുന്നത് അധ്യാത്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മത്തിന് എല്ലാറ്റിനും മൂലകാരണമാണ് ബ്രഹ്മം, നാശരഹിതമാണ്, പരമോത്കൃഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായിട്ടുള്ള ബ്രഹ്മത്തിന് പല രൂപങ്ങളിൽ നിലനിൽക്കണം എന്ന് വരുമ്പോൾ അത് ഓരോ ജീവനായിട്ട് ഓരോരോ ശരീരത്തിലേക്ക് കുടികൊള്ളുന്നു. ആ ശരീരത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് കർമ്മം. അപ്പോൾ അങ്ങനെ പല ശരീരത്തിൽ കുടികൊള്ളുന്നതാണ് എന്ത്, അധ്യാത്മം. അതേ പരമാത്മാവ് തന്നെ ജീവനായിട്ട് പല രീതിയിൽ, പല രൂപത്തിൽ, പല ശരീരത്തിൽ കുടികൊള്ളുന്നതാണ് അധ്യാത്മം. ഇനി കർമ്മം. കർമ്മം എന്ന് പറയുമ്പോൾ അതായത് ഈ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ചരാചരങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള
കർമ്മങ്ങൾ ചെയ്യുക. അതായത് അതിനുപകരിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത് പറയുന്നത്? കർമ്മം. ജീവൻ ഓരോരോ ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രക്രിയകൾ ചെയ്യുന്നു. അതാണ് കർമ്മം. അതിന് ചെയ്യുന്ന യജ്ഞമാണ് സത്യത്തിൽ കർമ്മം. അപ്പോൾ അത് സമൂഹത്തിന് കൂടെ അനുഗ്രഹമായിട്ട് തീരും. ചുരുക്കി പറഞ്ഞാൽ ഭഗവാനിൽ അർപ്പണമായിട്ട്, അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് നാം ചെയ്യുന്ന കർമ്മം, ആ കർമ്മങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന യജ്ഞങ്ങളാണ് കർമ്മം. ബാക്കിയെല്ലാം വെറുതെ വൃഥാവിലായി മാറുന്നു. അങ്ങനെ ഓരോരോ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അധിഭൂതം ക്ഷരോഭാവ. ശരീരം ക്ഷരമാണ് അല്ലേ? ഒരു ബ്രഹ്മം സമുദ്രമാണ്. ബ്രഹ്മം ആ സമുദ്രത്തിൽ ഇങ്ങനെ കടലിൽ ഓളങ്ങളുണ്ടായി മറയുന്ന പോലെ ശരീരങ്ങളിങ്ങനെ ഉത്ഭവിക്കുന്നു, ആ ശരീരങ്ങൾ തന്നെ മറയുകയും ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്നു ശരീരം, ജഡമായിട്ട് തന്നെ തീരുകയും ചെയ്യുന്നു. ആ അങ്ങനെ ഉത്ഭവിച്ച് വീണ്ടും നശിച്ചു പോകുന്ന ഇതിനെയാണ് എന്ത് പറയുന്നത്? അധിഭൂതം എന്ന് വിളിക്കുന്നത്. അക്ഷരമായിട്ടുള്ള ആത്മചൈതന്യത്തിന് പ്രകടമാവാനുള്ള ഒരു ഉപകരണമാണ് ശരീരം. അവിടെ ശരീരം ക്ഷരമാണ്, ആത്മാവ് അക്ഷരമാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അധ്യായത്തിൽ പറഞ്ഞല്ലോ, വിദ്യുച്ഛക്തി ബൾബും എങ്ങനെയാണ് കത്തിക്കുന്നത് എന്നുള്ള ഉദാഹരണത്തോടു കൂടെ പറഞ്ഞു. അപ്പം ശരീര മനോബുദ്ധികളും നാമരൂപാത്മകമായിട്ടുള്ള ഒരു ജഗത്തും നാശമുള്ളതാണ്. അതുകൊണ്ട് അതിനെയൊക്കെ എന്താണ് വിളിക്കുന്നത്? അധിഭൂതം എന്നാണ് വിളിക്കുന്നത്. അടുത്തത് അധിദൈവതമാണ്. പുരുഷശ്ച അധിദൈവതം. ഇന്ദ്രിയ മനോബുദ്ധികളിൽ കുടികൊള്ളുന്ന ഒരു ശക്തിയാണ് അധിദൈവതം എന്ന് പറയുന്നത്. അതായത് കണ്ണിലൂടെ ആണെങ്കിൽ ഒരു രൂപത്തെ കാണുന്നു, ചെവിയിലൂടെ, ഇന്ദ്രിയങ്ങളിൽ കൂടെ ചെവിയിലൂടെ ഒരു ശബ്ദത്തെ കേൾക്കുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാത് വിഷയങ്ങളെ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു ശക്തി വിശേഷമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? അധിദൈവതം. അപ്പോൾ ഭഗവാൻ വിരാട് സ്വരൂപനാണെന്ന് നമ്മൾ നാരായണീയത്തിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ ഒരു സ്വരാട് രൂപത്തിൽ, അതായത് ഓരോ ശരീരത്തിലും ചെന്ന് ഇരിക്കുമ്പോൾ അതിനെ അധിദൈവതം എന്ന് പറയുന്നു. ഈ ശരീരത്തിൽ ഞാൻ തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് ആത്മചൈതന്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലേ? ആ ചൈതന്യം ചെയ്ത് നാം കണ്ടെത്തുന്ന ആ ചൈതന്യം എന്താണ്? പരമപുരുഷനായിട്ടുള്ള ഞാൻ തന്നെയാണ്. ഇതിനു മുന്നേയും ഉള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തെ നവദ്വാരം, 9 ദ്വാരങ്ങളുള്ള ഒരു പുരമായിട്ടാണ് സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ പ്രതിബിംബമാണെങ്കിൽ എവിടെയാണ് പ്രതിബിംബം നമ്മൾ കാണുന്നത്? കണ്ണാടിയിലാണ് കാണുന്നത്. അപ്പോൾ ആ ജീവൻ എന്ന വസ്തുവിന് അല്ലെങ്കിൽ ജീവന് വേണം ഒരു കണ്ണാടി വേണം. അതാണ് പുരുഷൻ. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് അതിൻ്റെ പുണ്യങ്ങളും പാപങ്ങളും തരംതിരിക്കുന്നതാണ്. അതും ആരാണ്? പരമാത്മാവ് തന്നെയാണ്. അതായത് ഞാനെന്ന വ്യക്തി നമ്മുടെ വീട്ടിൽ അത് അച്ഛനും അമ്മയ്ക്കും മകളാണ്, ഒരു ടീച്ചറാണ് ഞാൻ. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അത് ഇന്ന സ്കൂളിലെ ടീച്ചറാണ്, സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ സ്കൂളിലെ ടീച്ചറാണ്, എൻ്റെ ഒപ്പം പഠിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് ഞാൻ സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയാണ്. എല്ലാം ഞാൻ തന്നെയാണ്. പക്ഷേ ഓരോരോ പേരുകളാണ് എനിക്ക്. അതേപോലെ തന്നെ ഓരോരോ ശരീരത്തിലിരിക്കുമ്പോൾ ഭഗവാൻ ഓരോരോ രൂപം സ്വീകരിക്കുന്നു. അപ്പം നമ്മളുടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് ആ കർമ്മങ്ങളുടെ പേര് വ്യത്യസ്തമായിട്ട് നമ്മൾ പറയപ്പെടുന്നു. എല്ലാം ആരാണ്? ഒന്ന് തന്നെയാണ്. അപ്പം ജീവസ്വരൂപത്തിൽ ചൈതന്യമായിരിക്കുന്നതാണ് ഞാൻ. ആ ശരീരം ഒരു പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ അതിനെ അധിദൈവം എന്ന് പറയുന്നു. ഒരു പുരുഷൻ ഇതിനെല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുമ്പോൾ അതിനെ അധിയജ്ഞം എന്നും പറയുന്നു. അപ്പം എല്ലാ ചലനവും ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾക്ക് അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ വിചാരിക്കും
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ കാണുന്നൊന്നുമില്ല, സാരമില്ല, കുറച്ചൊക്കെ പറ്റിക്കാം, ഭഗവാനെയും പറ്റിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെയാണ്. അങ്ങനെ ഒന്നും പറ്റിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ അടുത്ത നിമിഷം എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കണോ വേണ്ടയോ, നമ്മൾ ശ്വസിക്കണോ വേണ്ടയോ, എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ഭഗവാനാണ്. നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ പറ്റില്ല. കാരണം നമ്മളുടെ ചിന്ത അത്രയ്ക്ക് നീണ്ടു പോകും. ആ ചിന്തകൾക്ക് എന്ന് സ്റ്റോപ്പ് വരുന്നേ അന്നല്ലേ അതിനെപ്പറ്റി ചിന്തിക്കണ്ടു. അതുകൊണ്ടാണ് ഈ ജന്മത്തിലെ കർമ്മങ്ങൾക്ക് ഉള്ള ഫലങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത, മുഴുവനായിട്ടും അനുഭവിക്കാൻ പറ്റില്ല, മറ്റ് ജന്മങ്ങളിൽ കൂടെ നമുക്കത് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ആധ്യാത്മ രൂപത്തിലിരിക്കുന്ന ഈ ഭഗവാനെ ആർക്കും തന്നെ മനസ്സിലാക്കാനും പറ്റില്ല. ഭഗവാനെ മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന നമ്മളാണോ? നമ്മൾ വിഡ്ഢികൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആര്? ഭഗവാൻ. അപ്പോൾ പിന്നെ കാണുമോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ആലോചിക്കുക, ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അത് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അടുത്ത ദിവസം എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ 4 ശ്ലോകങ്ങളാണ് നമ്മളിപ്പം വായിച്ചിരിക്കുന്നത്. ഓക്കെ. അസ്മിൻ പരാത്മനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതവൽമയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.